പോയിന്റ്. ഈ DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന 3 സബ്ജക്റ്റുകളായിട്ടുള്ള നഴ്സിംഗ് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിലെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്ട്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള, അതുപോലെ ഈ DME എക്സാമിന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 40 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അവസാന നിമിഷ പ്രിപ്പറേഷന്റെ കൂടെ ഈ ഒരു 40 ചോദ്യങ്ങൾ എല്ലാ ടോപ്പിക്കിൽ നിന്ന് കവർ ചെയ്തിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട 40 ചോദ്യങ്ങൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് കൂടി ഒന്ന് ഫോർവേഡ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം അത്രമാത്രം നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു 40 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ അവസാന നിമിഷ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അധികം വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും ആയിരിക്കത്തില്ല. വളരെ ക്വിക്ക് റിവിഷൻ ബൂസ്റ്റർ പോയിന്റ്സ് മാത്രമായിരിക്കും നമ്മൾ ഓരോ ക്വസ്റ്റ്യന്റെയും ഡിസ്കഷനിൽ ഉൾപ്പെടുത്തുക കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹു സ്റ്റേറ്റഡ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ പ്രിപ്പറേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ്സെൽഫ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ബെർണാഡ് റസൽ, ഹെലൻ കെല്ലർ, ജോൺ ഡ്യൂ. സോ എഡ്യൂക്കേഷണൽ ഡെഫിനിഷനുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളൊരു 7-8ഓളം ഡെഫിനിഷനുകൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണ്. ഇത് രണ്ടാമത്തെ ചോദ്യവും ഇതേ രീതിയിൽ തന്നെയുള്ള ചോദ്യം തന്നെയാണ്. സോ ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ പ്രിപ്പറേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞത് ആരാണ്? യെസ്, ജോൺ ഡ്യൂ ആണ് അല്ലെ. ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ജോൺ ഡ്യൂ ആണ്. ജോൺ ഡ്യൂ ഓപ്ഷൻ ഡി ആണ്. സോ ജോൺ ഡ്യൂയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. പ്രഗ്മാറ്റിസത്തെ പോപ്പുലറൈസ് ആക്കിയത് ജോൺ ഡ്യൂ ആണ്. അതുപോലെ തന്നെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്നത്, അതുപോലെ ലേണിംഗ് ബൈ ഡൂയിങ്, അതുപോലെ പ്രോജക്ട് മെത്തേഡ്, ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ ഡ്യൂ ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രഗ്മാറ്റിസം പഠിക്കുന്ന സമയത്ത് അത് പഠിക്കും. സോ നോട്ട് ചെയ്യുക, ജോൺ ഡ്യൂ ആണ്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ പ്രിപ്പറേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞത് ജോൺ ഡ്യൂ. രണ്ടാമത്തെ ചോദ്യം, എഡ്യൂക്കേഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ദിസ് ഈസ് സ്റ്റേറ്റഡ് by who? Option A, Pestalozzi. Option B, Mahatma Gandhi. Option C, Aristotle. Option D, Rigveda. Education is the creation of sound mind in a sound body. ആരാണ് പറഞ്ഞത്? യെസ്, ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് അരിസ്റ്റോട്ടിൽ ആണ് അല്ലെ. സോ നമ്മൾ അറിയാൻ പോകുന്നത് പ്രധാനപ്പെട്ട എഡ്യൂക്കേഷന് കൊടുത്ത ഓരോ വ്യക്തികൾ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ഒരു 5 പേരെ കുറിച്ച് നമ്മൾ പഠിക്കും. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, 5 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ആണോ, നോട്ട് ചെയ്തോളാം. അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇസ് ദ ക്രിയേഷൻ ഓഫ് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്നാണ്. ഇനി പെസ്റ്റലോസിന്റെ ഡെഫിനിഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് നാച്ചുറൽ, ഹാർമോണിയസ് ആൻഡ് പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ഇന്നേറ്റ് പവേഴ്സ് എന്നാണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി കൊടുത്ത ഡെഫിനിഷൻ. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. മഹാത്മാഗാന്ധി, ദാറ്റ് ഈസ് ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. മഹാത്മാഗാന്ധിയുടെ ഡെഫിനിഷൻ. നാലാമത് സ്വാമി വിവേകാനന്ദ, എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. സോ ജോൺ ഡ്യൂവിന്റെയും കൂടെ കൂട്ടി 5 ഡെഫിനിഷനുകളുണ്ട്. ഇത് 5 വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്യുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ 5 ക്വസ്റ്റ്യൻസ്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. യെസ്. ദെൻ മൂന്നാമത്തെ ചോദ്യം, an educational philosophy that states that ultimate reality is spiritual rather than physical, mental or material. Idealism, realism, pragmatism, naturalism. ഏതാണ്? അൾട്ടിമേറ്റ് റിയാലിറ്റി സ്പിരിച്വൽ റാദർ ദാൻ ഫിസിക്കൽ, മെന്റൽ ഓർ മെറ്റീരിയൽ. ഒരു ഡൗട്ടും വേണ്ട. സ്പിരിച്വൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ഐഡിയലിസം ആണ് അല്ലെ. ഐഡിയലിസം. കാരണം അവർ സ്പിരിച്വാലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സൂപ്പർ നാച്ചുറൽ പവറിലെ ഗോഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബൂസ്റ്റർ പോയിന്റ്സ് നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. സോ ഫാദർ ഓഫ് ഐഡിയലിസം എന്ന് പറയുന്നത് പ്ലാറ്റോ ആണ്. മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മൈൻഡ് ഓർ ഗോഡ് ആണ്. എൻറ്റയർ വേൾഡ് ഈസ് ക്രിയേറ്റഡ് ബൈ സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ ഗോഡ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലാണ് അവർ ബിലീവ് ചെയ്യുന്നത്. ഇവിടുത്തെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആണ്. സോ അക്കോർഡിംഗ് ടു പ്ലേറ്റോ, ഹൈ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐഡിയലിസം പറയുന്ന ഹൈ വാല്യൂസ് എന്ന് പറയുന്നത് ട്രൂത്ത്, ഗുഡ്നെസ്, ഗ്ലോറി ആൻഡ് ബ്യൂട്ടി. ഇത്രയും പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ കേട്ടോ. ക്വിക്ക് റിവിഷൻ ആയിട്ട് ഇത്രയെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നാലാമത്തെ ചോദ്യം, വിച്ച് പ്രോസസ് കംസ് അണ്ടർ എ ചൈൽഡ് എക്സ്പെക്ടഡ് ടു ലേൺ ഡയറക്ട്ലി ഫ്രം നാച്ചർ ത്രൂ പേഴ്സണൽ
എക്സ്പീരിയൻസസ്. വീണ്ടും എഡ്യൂക്കേഷൻ ഫിലോസഫിയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ. നാച്ചുറലിസം, റിയലിസം, ഐഡിയലിസം, പ്രഗ്മാറ്റിസം. ഏത് ഫിലോസഫിയാണ് ചൈൽഡ് എക്സ്പെക്ടഡ് ടു ലേൺ ഡയറക്ട്ലി ഫ്രം നാച്ചർ ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്? ഏതാണ്? ഡയറക്ട്ലി ഫ്രം നാച്ചർ ആണല്ലേ. അവിടെ തന്നെ ആൻസർ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ, നാച്ചുറലിസം ആണ്. നാച്ചുറൽ നിന്ന് പഠിക്കുക, പ്രകൃതിയിൽ നിന്ന് കുട്ടി പഠിക്കുക, കുട്ടിയുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുക. ക്ലിയർ? പ്ലേ വേ മെത്തേഡ്, കളികളിലൂടെ പഠിക്കുക, ഇതെല്ലാം നാച്ചുറലിസത്തിന്റെ ഐഡിയോളജീസ് ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം ക്വസ്റ്റ്യൻ. സോ പ്രധാനപ്പെട്ട ക്വിക്ക് റിവിഷൻ ബൂസ്റ്റർ പോയിന്റ്സ് ഒന്ന് നോക്കാം. നാച്ചർ ഈസ് എവരിത്തിങ് ആൻഡ് നത്തിങ് എക്സിസ്റ്റ് സുപ്പീരിയർ ദാൻ നാച്ചർ. ദെൻ the basis of world is nature or matter. നാച്ചർ, പ്രകൃതിയാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് കുട്ടികൾ ലേൺ ചെയ്യാണ് കാര്യങ്ങൾ, പ്രകൃതിയിൽ നിന്ന് ലേൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ചൈൽഡ് സെന്റർഡ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പെഡഗോഗി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെഡഗോഗി, ആൻഡ്രഗോഗി, ഹ്യൂട്ടഗോഗി മറന്നു പോകരുത്. അതിൽ ചൈൽഡ് സെന്റർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പെഡഗോഗി, കുട്ടികളുടെ ഇഷ്ടത്തിനാണ് പഠിക്കുന്നത്. ദെൻ ഇവിടുത്തെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് പ്ലേ വേ മെത്തേഡ് ആണ്. ദെൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് ഫ്രീഡം ആണ്. ടോട്ടൽ ഫ്രീഡം അല്ലെങ്കിൽ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് അതിന്റെ കോൺസിക്വൻസസിൽ നിന്നാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഫ്രീഡം ആണ് നാച്ചുറലിസം പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. നാച്ചുർ ആണ് എവരിത്തിങ് ആൻഡ് നത്തിങ് എക്സിസ്റ്റ് സുപ്പീരിയർ ദാൻ നാച്ചുർ. ബേസിസ് ഓഫ് വേൾഡ് ഈസ് നാച്ചുർ ഓർ മാറ്റർ. ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പെഡഗോഗിയാണ്. പ്ലേ വേ മെത്തേഡ് ആണ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഡിസിപ്ലിൻ, ടോട്ടൽ ഫ്രീഡം ആണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടോ. അഞ്ചാമത്തെ ചോദ്യം, ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിച്ച് ട്രീറ്റ്മെന്റ് ഓഫ് തിങ്സ് ഈസ് ബേസ്ഡ് സോൾലി ഓൺ ദെയർ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി. ഓപ്ഷൻ എ റിയലിസം, ഐഡിയലിസം, നാച്ചുറലിസം, പ്രഗ്മാറ്റിസം. ഏതാണ്? യെസ്, പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദാറ്റ് ഇസ് പ്രഗ്മാറ്റിസം ആണ്. പ്രഗ്മാറ്റിസം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി, പ്രഗ്മാറ്റിസം, പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി, യൂസ്. സോ ക്ലിയർ ആയിട്ട് പഠിച്ചോളണം. വളരെ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റുകളാണ് ഒന്ന് അറിയുക. ദാറ്റ് ഇസ് ഫാദർ ഓഫ് പ്രഗ്മാറ്റിസം എന്ന് പറയുന്നത് ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സ് ആണ്. ചില ടെക്സ്റ്റുകളിൽ, ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം ജോൺ ഡ്യൂ എന്ന ആൻസർ വരുന്നുണ്ട്. സോ ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോൺ ഡ്യൂ സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം ജോൺ ഡ്യൂ എന്ന് പറയുന്നത് ഈ പ്രഗ്മാറ്റിസത്തെ പോപ്പുലറൈസ് ചെയ്ത വ്യക്തിയാണ് ജോൺ ഡ്യൂ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് മോഡേൺ എക്സ്പീരിയൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രസീവിസ്റ്റ് എഡ്യൂക്കേഷന്റെ ഒക്കെ ഫാദർ എന്ന് പറയുന്നത് ജോൺ ഡ്യൂ ആണ്. അതുപോലെ ലേണിംഗ് ബൈ ഡൂയിങ്, പ്രോജക്ട് മെത്തേഡ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത ജോൺ ഡ്യൂ ആണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കാം. സോ അതുപോലെ എക്സ്പീരിയൻസ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ നോളജ്. ഇതും എക്സാം ക്വസ്റ്റ്യൻ. എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പെരിമെന്റുകളിലൂടെയും എക്സ്പീരിയൻസിലൂടെ, അനുഭവങ്ങളിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കുക. എക്സ്പെരിമെന്റുകൾ, എക്സ്പീരിയൻസ്, ഡിസ്കവറി, ഇതൊക്കെ ഓർത്ത് വെക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇറ്റ് ബിലീവ്ഡ് ഇൻ പ്രാക്ടിക്കൽ ആൻഡ് യൂട്ടിലിറ്റേറിയൻ ഫിലോസഫിയിലാണ് അവർ ബിലീവ് ചെയ്യുന്നത്. ഇവിടുത്തെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സോഷ്യൽ ഡിസിപ്ലിൻ ആണ്. സോഷ്യൽ ഡിസിപ്ലിൻ. സോ ഇത്രയും കാര്യങ്ങളൊന്ന് ക്വിക്ക് റിവിഷൻ ബൂസ്റ്റർ പോയിന്റ്സ് ആയിട്ട് ഒന്ന് അറിഞ്ഞു വെക്കുക. എല്ലാ മാർക്ക് ബൂസ്റ്റർ പോയിന്റ്സ് അത്രയും ക്ലിയർ. ആറാമത്തെ ചോദ്യം, ഹാർമോണിയസ് ബ്ലെൻഡ്സ് ഓഫ് ഡൈവേഴ്സ് ഫിലോസഫീസ് ഓഫ് എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു എക്ലക്റ്റിസിസം, നാച്ചുറലിസം, ഐഡിയലിസം, റിയലിസം. ഏതാണ്? ഹാർമോണിയസ് ബ്ലെൻഡ്സ് ഓഫ് ഡൈവേഴ്സ് ഫിലോസഫീസ് ഓഫ് എഡ്യൂക്കേഷൻ. യെസ്, ഹാർമോണിയസ് ബ്ലെൻഡ്സ് ഓഫ് ഡൈവേഴ്സ് ഫിലോസഫി, പലതരം ഫിലോസഫികളിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്? പുതിയൊരു ഫിലോസഫി ഉണ്ടാക്കുകയാണ്. ഏതാണ്? യെസ്, ദാറ്റ് ഈസ് എക്ലക്റ്റിസിസം. ഹാർമോണിയസ് ബ്ലെൻഡ്സ് ഓഫ് ഡൈവേഴ്സ് ഫിലോസഫീസ്, പല ഫിലോസഫിയിൽ നിന്നുള്ള കൺസെപ്റ്റുകൾ എടുത്തിട്ട് പുതിയ ഫിലോസഫി ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് എക്ലക്റ്റിസിസം. സോ കഴിഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ എക്ലക്റ്റിസിസം ഇസ് എ process of pulling out and putting together the useful aspects of various diverse philosophies and forming one new philosophies of education. So പലതരം ഫിലോസഫിയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഒരു പുതിയ ഫിലോസഫി ഉണ്ടാക്കുകയാണ്. ക്ലിയർ? ദാറ്റ് ഇസ് എക്ലക്റ്റിസിസം. കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Then ഏഴാമത്തെ ചോദ്യം, a detailed description about course instruction or learning trajectory for particular topic is termed as കോഴ്സ് പ്ലാൻ, ലെസൺ പ്ലാൻ, കരിക്കുലം പ്ലാൻ, യൂണിറ്റ് പ്ലാൻ. ഏതാണ്? സോ അവിടെ തന്നെ ലേണിംഗ് ട്രജക്ടറി ഫോർ എ പർട്ടിക്കുലർ ടോപ്പിക്. ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിപ്പിക്കാനായിട്ടുള്ള ലേണിംഗ് ട്രജക്ടറി അല്ലെങ്കിൽ അതിന്റെ പാത്ത് എന്തായിരിക്കും?
യെസ്, ലെസൺ പ്ലാൻ ആണ് അല്ലെ, ലെസൺ പ്ലാൻ ആണ്. അതായത് ടീച്ചർ ക്ലാസ് റൂം ടീച്ചിങ്ങിന് മുന്നേ തയ്യാറാക്കുന്നതാണ് ലെസൺ പ്ലാൻ. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, ഏതൊക്കെ ABIs യൂസ് ചെയ്യണം, എന്തൊക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെ ഏതൊക്കെ മെത്തേഡ് ഇവാലുവേറ്റ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും എന്താണ് പ്ലാൻ തയ്യാറാക്കേണ്ടത്. ദാറ്റ് ഇസ് ലെസൺ പ്ലാൻ. സോ ക്ലാസ് റൂം ടീച്ചിങ് എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് ലെസൺ പ്ലാൻ ആണ്. ടീച്ചർ തയ്യാറാക്കുന്ന ഒരു ടോപ്പിക് പഠിപ്പിക്കുന്നതിന് തയ്യാറാക്കുന്നതാണ് ലെസൺ പ്ലാൻ. മറന്നു പോയത് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ ഒന്ന് രണ്ട് LMR പോയിന്റ്സ് യൂസ് ഒന്ന് ഓർത്ത് വെക്കുക. കോർ ആൻഡ് ഹാർട്ട് ഓഫ് എഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് ലെസൺ പ്ലാൻ ആണ്. സോ ലെസൺ പ്ലാൻ ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് വാട്ട് ദ ടീച്ചർ ഈസ് ഗോയിങ് ടു ഡു. ടീച്ചർ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ എല്ലാം കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഓർ ലേണിംഗ് ട്രജക്ടറി ഫോർ എ പർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുന്ന ലെസൺ പ്ലാൻ ആണ്. ക്ലാസ് റൂം ടീച്ചിങ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെസൺ പ്ലാൻ ആണ്. സോ ക്ലാസ് റൂം ടീച്ചിങ് ഇതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ലെസൺ പ്ലാൻ ആണ്. തെറ്റിപ്പോകും. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ദെൻ എട്ടാമത്തെ ചോദ്യം, അഡൽട്ട് ലേണിംഗ് ഈസ് നോൺ ആസ്. അഡൽട്ട് ലേണിംഗ് നമ്മൾ നേരത്തെ ചൈൽഡ് സെന്റർഡ് ലേണിംഗ് പറഞ്ഞു, പെഡഗോഗി പറഞ്ഞു അല്ലെ. ഇവിടെ ചോദിച്ച അഡൽട്ട് ലേണിംഗിന്റെ പേരാണ്. ദാറ്റ് ഇസ് പെഡഗോഗി, ആൻഡ്രഗോഗി, ഹ്യൂട്ടഗോഗി ആൻഡ് ഓൾ ദി എബോ. ഏതാണ് ആൻസർ? പെഡഗോഗി എന്ന് പറയുന്നത് ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ അല്ലെ, അല്ലെങ്കിൽ ചൈൽഡ് ലേണിംഗ് ആണ്. സോ അഡൽട്ട് ലേണിംഗ് എന്ന് പറയുന്നത് ആൻഡ്രഗോഗി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ആൻഡ്രഗോഗി. ക്ലിയർ അല്ലേ? ആൻഡ്രഗോഗി. സോ ആൻഡ്രഗോഗിയെ കുറിച്ച്, പെഡഗോഗിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. സോ പെഡഗോഗി എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇൻ ചിൽഡ്രൻ ആണ്. ആൻഡ്രഗോഗി എന്ന മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇൻ അഡൽട്ട് ആണ്. കുട്ടികൾ എന്ന് പറയുന്നത് പൂർണ്ണമായി ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. സോ ഡിപ്പെൻഡന്റ് ആണ്. എന്നാൽ ആൻഡ്രഗോഗിയിൽ ലേണേഴ്സ് എന്ന് പറയുന്നത് അഡൽട്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആണ്. ഇനി പെഡഗോഗിയിലാണെങ്കിൽ ലേണേഴ്സിന് ലെസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നോ എക്സ്പീരിയൻസ് ടു ഷെയർ. സോ ടീച്ചിങ് എന്ന് പറയുന്നത് ഡൈഡാക്റ്റിക് ആണ്. ഈ ഡൈഡാക്റ്റിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൈഡാക്റ്റിക് അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ആണ്. കാരണം കുട്ടികൾക്ക് എക്സ്പീരിയൻസോ അനുഭവങ്ങളൊന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ടീച്ചർ എന്താണോ പഠിപ്പിക്കുന്നത് അത് അതുപോലെ അവർ പെർസീവ് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആൻഡ്രഗോഗിയിൽ അങ്ങനെയല്ല, അവർ എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യും. അവർ കൂടുതൽ ക്വസ്റ്റ്യനുകൾ ചോദിക്കും, ഡൗട്ടുകൾ ചോദിക്കും. സോ അവിടെ ഡിസ്കഷനും പ്രോബ്ലം സോൾവിംഗ് എല്ലാം ഉണ്ടാകും. ക്ലിയർ അല്ലേ? എന്നാൽ പെഡഗോഗിയിലാണെങ്കിൽ ഡൈഡാക്റ്റിക് ആണ്. സോ ഡൈഡാക്റ്റിക് എന്ന വാക്ക് പഠിച്ചോളണം. ഡൈഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അതായത് ടീച്ചർ നേരെ പഠിപ്പിക്കുന്നു, കുട്ടികൾ അത് കേട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. സോ ഡൈഡാക്റ്റിക് എന്ന വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ടീച്ചിങ് എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇസ് ലെക്ചർ മെത്തേഡ് ആണ്. ഇവിടെ ഇമ്പോർട്ടൻസ് ഓർക്കുന്നത് ഡൈഡാക്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ലെക്ചർ മെത്തേഡ്. നമ്മൾ അടുത്ത് പഠിക്കും. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ, ലെക്ചർ മെത്തേഡ് ഓർത്തോളണം, ലെക്ചർ മെത്തേഡ്. ഇനി അതുപോലെ സോക്രാറ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ്, അതായത് സോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോക്രാറ്റിക് എന്ന് പറയുന്നത് ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഡൈഡാക്റ്റിക്കും സോക്രാറ്റിക്കും ഓർത്ത് വെക്കാം. പെഡഗോഗി ആണെങ്കിലും ലേണേഴ്സ് ലേൺ വാട്ട് എവർ ദ കരിക്കുലം ഓഫേഴ്സ്. അത് കരിക്കുലം ബേസ് ചെയ്തിട്ടാണ് അവരുടെ ടീച്ചിങ് എന്ന് പറയുന്നത്. എന്നാൽ ആൻഡ്രഗോഗിയിൽ കണ്ടന്റ് ടു ബി മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ ലേണേഴ്സ് നീഡ് അനുസരിച്ച് അത് മാറ്റം വരുത്തുന്നുണ്ട്. പെഡഗോഗിയിലാണ് ടീച്ചേഴ്സ് ആർ റിക്വയർഡ് ടു ഡയറക്ട് ദ ലേണർ. എന്നാൽ ആൻഡ്രഗോഗി ആണെങ്കിൽ കുട്ടികൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ടീച്ചർ അവരെ ഗൈഡ് ചെയ്താൽ മാത്രം മതിയാവും. കാരണം അഡൽട്ട് ലേണേഴ്സ് ആണ് അവർ. പെഡഗോഗിയിലാണെങ്കിൽ പൂർണ്ണമായിട്ടും കരിക്കുലം ബേസ്ഡ് ആണ്. എന്നാൽ ആൻഡ്രഗോഗിയിൽ പൂർണ്ണമായിട്ടും അത് ഗോൾ ഓറിയന്റഡ്. അവരെന്താണോ, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പഠിക്കുന്നത് അത് ഗോളാണ് അവരുടെ, അല്ലെങ്കിൽ ഗോളിനനുസരിച്ചിട്ടാണ് അവിടെ അവർ പഠിക്കുന്നത്. ഓർക്ക്. പെഡഗോഗിയിലാണെങ്കിൽ ഇവാലുവേറ്റഡ് ബൈ ടീച്ചർ ആൻഡ് മോട്ടിവേറ്റഡ് ബൈ എക്സ്റ്റേണൽ പ്രഷർ കാരണമാണ് അവർ മോട്ടിവേറ്റഡ് ആവുന്നത്. എന്നാൽ ആൻഡ്രഗോഗിയിൽ സെൽഫ് മോട്ടിവേഷൻ ആണ്, അതിൽ ഇവാലുവേഷനും സെൽഫ് ഇവാലുവേഷനും ആണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് സ്ഥിരം ചോദ്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഫാദർ ഓഫ് പെഡഗോഗി ആൻഡ് ഫാദർ ഓഫ് ആൻഡ്രഗോഗി. ഫാദർ ഓഫ് പെഡഗോഗി എന്ന് പറയുന്നത് പെസ്റ്റലോസി ആണ്. ഫാദർ ഓഫ് അഡൽട്ട് ലേണിംഗ് എന്ന് പറയുന്നത് മാൽക്കം നോൾസ് ആണ്. ഒന്ന് ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ഫാദർ ഓഫ് പെഡഗോഗി പെസ്റ്റലോസി ആൻഡ് ഫാദർ ഓഫ് അഡൽട്ട് ലേണിംഗ് ആൻഡ്രഗോഗി എന്ന് പറയുന്നത് മാൽക്കം നോൾസ് ആണ്. ഒന്ന് ഓർത്ത്. ഒൻപതാമത്തെ ചോദ്യം, the well-known maxims of teaching is to proceed from. Maxims of teaching വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് അത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. സോ മാക്സിംസ് ഓഫ് ടീച്ചിങ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മാക്സിംസ് ഓഫ് ടീച്ചിങ് ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഇപ്പൊ പിന്നെ എക്സാമ്പിൾ തന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്, ഒന്ന് അറിഞ്ഞു വെക്കുക. കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, കോംപ്ലക്സ് ടു സിമ്പിൾ, ഡെഫിനിറ്റ് ടു ഇൻഡെഫിനിറ്റ്,
ഓൾ ദി എബവ്. ഇതിലേതാണ് മാക്സിംസ് ഓഫ് ടീച്ചിങ് പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നത്? ഏതാണ്? സോ ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ എ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് ആണ് അല്ലെ. കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് ആണ് അല്ലെ. ബാക്കിയെല്ലാം സിമ്പിൾ മറ്റേ കോംപ്ലക്സ് ടു അല്ല, സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്, ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ് ആണ്, മറന്നുപോലും. യെസ്, മാക്സിംസ് ഓഫ് ടീച്ചിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നോൺ ടു അൺനോൺ, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, ഈസി ടു മോർ ഡിഫിക്കൽട്ട്, സിമ്പിൾ ടു കോംപ്ലക്സ്, പ്രൊസീഡ് ഇൻഡക്റ്റീവ്ലി, പർട്ടിക്കുലർ ടു ജനറൽ, indefinite to definite, empirical to rational, whole to part, analysis to synthesis, overview to detail, from observation to reasoning, psychological to logical. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. മാക്സിംസ് ഓഫ് ടീച്ചിങ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തൊക്കെ ക്വസ്റ്റ്യൻ വരാം, അങ്ങനെയായിരിക്കും ചോദിക്കുക. സോ അപ്പൊ ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കാം. 10ാമത്തെ ചോദ്യം, which one of the following is not the psychological principle of teaching? Option A, proceed from known to unknown, proceed from concrete to abstract, option C, proceed from complex to simple, then proceed from simple to difficult. ഏതാണ്? which of the following is, sorry, not ആണ് കേട്ടോ, not the psychological principle of teaching എന്ന അവസ്ഥ, not ആണ് ചോദിച്ചിരിക്കുന്നത്. proceed from known to unknown, concrete to abstract, complex to simple, സിമ്പിൾ ടു ഡിഫിക്കൽട്ട്. ഏതാണ് ഉൾപ്പെടാത്തത് മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിൽ? ഒരു ഡൗട്ടും വേണ്ട, കോംപ്ലക്സ് ടു സിമ്പിൾ ആണ് അല്ലെ. കോംപ്ലക്സ് ടു സിമ്പിൾ. നോർമലി ഏതാണ്? സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് പഠിപ്പിക്കേണ്ടത്. സിമ്പിൾ ടു കോംപ്ലക്സ്, ഇവിടെ പറഞ്ഞു കോംപ്ലക്സ് ടു സിമ്പിൾ. സോ അപ്പൊ നോട്ട് ദ സൈക്കോളജി പ്രിൻസിപ്പിൾ, പ്രൊസീഡ് ഫ്രം കോംപ്ലക്സ് ടു സിമ്പിൾ. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? 10 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 11ാമത്തെ ചോദ്യം, Bloom's taxonomy consists of all the following domains except. So educational objectives വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിട്ട് പഠിച്ചോളണം. കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. സോ ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ ഡൊമൈൻസിൽ അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏതാണ് അല്ലാത്തത്? സൈക്കോമോട്ടോർ, കോഗ്നിറ്റീവ്, സൈക്കോസോഷ്യൽ, അഫക്റ്റീവ്. കാര്യം 3 ഡൊമൈനുകളാണുള്ളത്. സൈക്കോമോട്ടോർ ഡൊമൈൻ, കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ഡൊമൈൻ. സോ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, സൈക്കോസോഷ്യൽ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? സൈക്കോസോഷ്യൽ. സോ അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. സോ ബെഞ്ചമിൻ ബ്ലൂം 1956 എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ 3 ഡൊമൈൻ ആയിട്ട് തിരിച്ചു. ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ അല്ലെങ്കിൽ കോണേറ്റീവ് ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റലക്ച്വൽ സ്കിൽസ് ഒക്കെ വരുന്ന ഡൊമൈൻ ആണ്. അതിനെ 6 ലെവലായിട്ടാണ് തിരിക്കുന്നത്. ഏറ്റവും ബേസിക് ടു ഹയസ്റ്റ് ലെവൽ. സോ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് നോളജ് അല്ലെങ്കിൽ മെമ്മറി ആണ്, അല്ലെങ്കിൽ റീകോൾ ഒക്കെയാണ് വരുന്നത്. രണ്ടാമത് കോംപ്രിഹെൻഷൻ, മൂന്നാമത് ആപ്ലിക്കേഷൻ, 4ാമത് അനാലിസിസ്, 5 സിന്തസിസ്, ഏറ്റവും ഹയസ്റ്റ് ഇവാലുവേഷൻ. ഇത് ഓർത്തോളണം. ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് നോളജ് അല്ലെങ്കിൽ മെമ്മറൈസിംഗ് ആണ്. ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ സിന്തസിസ് ഏറ്റവും മുകളിലേക്ക് പോകും. സിന്തസിസിന് പകരമായിട്ടുള്ള ആഡ് വെർബ് ആയിട്ടുള്ള ക്രിയേറ്റ് ആണ് പുതിയ മോഡിഫൈഡ് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ലെവലായിട്ട് വരുന്നത്. ക്രിയേറ്റ്, തെറ്റിപ്പോ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അഫക്റ്റീവ് എന്ന് പറയുന്ന ഇമോഷൻസ് ആണ്, നമ്മുടെ ഫീലിംഗ്സ് ആണ്. സോ ഇൻവോൾവ്സ് അവർ ഇമോഷൻ ടുവേർഡ്സ് ലേണിംഗ് ആണ്. there are 5 levels in the affective domains which moving through lowest order process to highest ആണ്. സോ ഏറ്റവും ലോവസ്റ്റ് അതിൽ റിസീവിംഗ് ആണ്. ദെൻ റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ്, ക്യാരക്ടറൈസിങ് അല്ലെങ്കിൽ ഇന്റേണലൈസിങ്. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് റിസീവിംഗ് ആണ്. ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ക്യാരക്ടറൈസിംഗ് ആണ്. ഏതിലാ? അഫക്റ്റീവ് ഡൊമൈനിൽ. ഓക്കെ അല്ലേ? ഇനി സൈക്കോമോട്ടോർ ഡൊമൈൻ അല്ലെങ്കിൽ കോണേറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് മോട്ടോർ സ്കിൽസ് ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് മോട്ടോർ സ്കിൽ, മോട്ടോർ മസ്കുലർ സ്കിൽ ലൈക്ക് പ്രാക്ടിക്കൽ സ്കിൽസ് ആണ് നമ്മൾ അക്യൂർ ചെയ്യുന്നത്. സോ അതിന്റെ ലെവലുകൾ ലോവസ്റ്റ് ഇമിറ്റേഷൻ, കൺട്രോൾ, ഓട്ടോമാറ്റിസം പഠിച്ചാലും 3 പേരുടെയും അതൊക്കെ ക്ലിയർ ആയിട്ട് ഓരോരുത്തരെയും പഠിച്ചോളണം. മറന്നു പോരുത്, ഓരോ ലെവലും ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ, മറന്നു പോരുത്. 3 ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ 12ാമത്തെ ചോദ്യം, ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഈസ്. മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അനാലിസിസ്, ആപ്ലിക്കേഷൻ, നോളജ്, ഇവാലുവേഷൻ. ഏതാണ് ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറയുന്നത്? യെസ്, നോളജ് അല്ലെങ്കിൽ മെമ്മറി ആണ് കേട്ടോ. റീകോൾ, മെമ്മറി, നോളജ് ആണ്.
ഏറ്റവും ഹയസ്റ്റ് വന്നാലോ, ഹയസ്റ്റ് വന്നാൽ ഓപ്ഷൻ ഡി ആണ്, ഇവാലുവേഷൻ. ഏറ്റവും ലോസ്റ്റ് നോളജ് അല്ലെങ്കിൽ മെമ്മറൈസിങ്, ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഏറ്റവും താഴെ നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. പിന്നെ ഇതിന്റെ മോഡിഫിക്കേഷനിൽ നേരെ ഞാൻ പറഞ്ഞു, ഏറ്റവും അവസാനത്തെ രണ്ടും തിരിഞ്ഞു വരും. ഇവാലുവേഷൻ തൊട്ട് താഴേക്ക് ഇറങ്ങും, ഏറ്റവും ടോപ്പിൽ വരിക മോഡിഫൈഡ് ഇതിൽ വരുന്നത് സിന്തസിസ് ആണ്. സിന്തസിസിന് പകരമായിട്ടുള്ള ആഡ് വെർബ് ക്രിയേറ്റ് ആണ്. പുതിയ മോഡിഫൈഡിൽ ഏറ്റവും ഹയസ്റ്റ് ലെവലായിട്ട് വരുന്നത് ക്രിയേറ്റ്. ക്രിയേറ്റ് സംതിങ് ന്യൂ അല്ലെങ്കിൽ ഡിസൈൻ സംതിങ് ന്യൂ. സോ മറന്നു പോയത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. 13ാമത്തെ ചോദ്യം. എ പേഷ്യന്റ് നീഡ്സ് ടു ലേൺ ടു യൂസ് എ വാക്കർ. വിച്ച് ഡൊമൈൻ ഈസ് റിക്വയർഡ് ഫോർ ലേണിംഗ് സ്കിൽസ്? അല്ലെ, ലേണിംഗ് സ്കിൽസ്, സ്കില്ലുകൾ, പ്രാക്ടിക്കൽ സ്കില്ലുകൾ അക്യൂർ ചെയ്യാനായിട്ടുള്ള സ്കിൽ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതാണ്? സൈക്കോമോട്ടോർ ഡൊമൈൻ അല്ലെങ്കിൽ കൊണേറ്റീവ് ഡൊമൈൻ ആണ്. അല്ലെ, സൈക്കോമോട്ടോർ വാക്കർ യൂസ് ചെയ്ത് നടക്കാൻ പഠിക്കുന്നത് ഒരു സ്കില്ലാണ്. അല്ലെ, സ്കില്ലാണ്, മോട്ടോർ സ്കില്ല്, മസ്കുലർ ആക്ടിവിറ്റി ഒക്കെ ഉൾപ്പെടുന്ന മോട്ടോർ സ്കില്ലാണ്. സോ അത് വരുന്ന ഏതാണ്? സൈക്കോമോട്ടോർ ഡൊമൈൻ അല്ലെങ്കിൽ കൊണേറ്റീവ് ഡൊമൈൻ ആണ്. വെരി ഗുഡ്. സൈക്കോമോട്ടോർ ഡൊമൈൻ അല്ലെങ്കിൽ കൊണേറ്റീവ് ഡൊമൈൻ ആണ്. അല്ലെ, തെറ്റിപ്പോരുത്. 14ാമത്തെ ചോദ്യം. അഫക്റ്റീവ് ഡൊമൈൻസ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി ഇൻക്ലൂഡ് ഓൾ ദി എക്സെപ്റ്റ് സിന്തസിസ്, റിസീവിംഗ്, റെസ്പോണ്ടിങ്, വാലിംഗ്. ഇവിടെ ക്വസ്റ്റ്യൻ അഫക്റ്റീവ് ഡൊമൈൻ ആണ്. അല്ലെ, അഫക്റ്റീവ് അല്ലെങ്കിൽ ഇമോഷൻസ്, നമ്മുടെ ഫീലിംഗ്സ് ആണ്. അതിന്റെ ഡൊമൈനിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. റിസീവിംഗ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ് ഒക്കെ ഉള്ളതാണ്. ഉൾപ്പെടാത്ത ഏതാണ്? കോഗ്നിറ്റീവിൽ വരുന്ന സിന്തസിസ് ആണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സിന്തസിസ് അത് കോഗ്നിറ്റീവ് ഡൊമൈനിലാണ് വരുന്നത്. അല്ലെ, സിന്തസിസ് മറന്നുപോയത്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. യെസ്. അപ്പൊ അത്രയും ഓർത്തുക. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, ബ്ലൂംസ് ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെഞ്ചമിൻ ബ്ലൂം റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ വർഷം ഉൾപ്പെടെ പഠിച്ചോണം കേട്ടോ. 15ാമത്തെ ചോദ്യം. വിച്ച് ടീച്ചിങ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ വൺ വേ കമ്മ്യൂണിക്കേഷൻ? നമ്മളിത് കുറച്ച് മുന്നേ പറഞ്ഞ കാര്യമാണ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ, ഒരു സൈഡിലേക്ക് മാത്രം കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ടീച്ചിങ് മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലെക്ചർ, ഗ്രൂപ്പ് ഡിസ്കഷൻ, കോൺഫറൻസ്, വർക്ക്ഷോപ്പ്. ഏതാണ് ഒരു സൈഡിലേക്ക് മാത്രം നടക്കുന്ന വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രം? യെസ്, ഒരു ഡൗട്ടും വേണ്ട, ലെക്ചർ മെത്തേഡ് ആണ്. അല്ലെ, ലെക്ചർ മെത്തേഡ് ആണ്. നമ്മളവിടെ പറഞ്ഞു അതൊരു ഡൈഡാക്ടിക് മെത്തേഡ് ആണ്. വൺ വേ കമ്മ്യൂണിക്കേഷൻ, ഒരു സൈഡിലേക്ക് മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. കുട്ടികൾ എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് അവിടെ ഇൻവോൾവ് ചെയ്യുന്നില്ല. ടീച്ചർ പഠിപ്പിക്കുന്നത് അതുപോലെ പഠിക്കുകയാണ്. ക്ലിയർ അല്ലേ? യെസ്, ലെക്ചർ മെത്തേഡ് ആണ്. സോ അതിന്റെ 1-2 LMR പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. സോ ലെക്ചർ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഓട്ടോക്രാറ്റിക് ടീച്ചിങ് മെത്തേഡ്. മറന്നു പോരുത്, ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ടീച്ചറാണ് അവിടെ ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ടീച്ചർ എന്താണ് പഠിപ്പിക്കുന്നത് അത് കുട്ടികൾ അതുപോലെ പഠിക്കുകയാണ്. സോ ടീച്ചർ സെന്റേഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ഡൈഡാക്ടിക് മെത്തേഡ് ആണ്. ഡൈഡാക്ടിക് മെത്തേഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ദെൻ ടീച്ചർ ടോക്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ പാസീവ് ലിസണേഴ്സ് ആണ്. കുട്ടികൾ എന്ന് പറഞ്ഞ് ഇവിടെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആകുന്നില്ല, വെറും പാസീവ് ലിസണേഴ്സ് മാത്രം. എന്താണോ ടീച്ചർ പഠിപ്പിക്കുന്നത് അത് അതുപോലെ പഠിക്കുകയാണ്. ഓക്കെ ആണോ? യെസ്, കുട്ടികൾ എന്ന് പറയുന്നത് പാസീവ് ലിസണേഴ്സ് ആണ്. ഇത് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നോട്ട് ചെയ്യണം. ദെൻ 16ാമത്തെ ചോദ്യം. ബെസ്റ്റ് മെത്തേഡ് ടു ടീച്ച് എ പേഷ്യന്റ് എനി സ്കിൽ സച്ച് ആസ് യൂസിങ് ഇൻഹെയിലർ ഈസ് ബൈ. ഇൻഹെയിലർ യൂസ് ചെയ്യുന്നത് പേഷ്യന്റിനെ പഠിപ്പിക്കേണ്ട ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? ഡെമോൺസ്ട്രേഷൻ, പാനൽ സെഷൻ, ഡിസ്കഷൻ, ലെക്ചർ മെത്തേഡ്. ഏത് മെത്തേഡിലാണ് നമ്മൾ ഒരു ഇൻഹെയിലർ യൂസ് ചെയ്യാൻ പേഷ്യന്റിനെ പഠിപ്പിക്കേണ്ടത്? ഏതാണ്? യെസ്, ഒരു സാധനം ഉപയോഗിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അല്ലെ. സോ നമ്മൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെ, ചെയ്ത് പഠിപ്പിച്ചു കാണിച്ചു കൊടുക്കുക. ദാറ്റ് ഇസ് ഡെമോൺസ്ട്രേഷൻ. എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് ഡെമോൺസ്ട്രേഷൻ. സോ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് 1-2 എക്സാം ക്വസ്റ്റ്യൻ ഉണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയല്ല അല്ലെ. നേഴ്സിംഗ് സ്റ്റുഡൻസിനെ നേഴ്സിംഗ് പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ സ്കില്ലുകൾ പഠിപ്പിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് ഡെമോൺസ്ട്രേഷൻ ആണ്. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. സോ ഒന്ന് ഓർത്ത് വയ്ക്കുക, വിഷ്വലൈസ്ഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഫാക്ട്സ്, കൺസെപ്റ്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ടീച്ച് നേഴ്സിംഗ് സ്കിൽസ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. നേഴ്സിംഗ് സ്റ്റുഡൻസിനെ നേഴ്സിംഗ് സ്കില്ലുകൾ, പ്രൊസീജിയറുകളൊക്കെ പഠിപ്പിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ ആണ്. എക്സാമ്പിൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, ഡീപ് ബ്രീത്തിങ് ആൻഡ് കഫിംഗ് എക്സർസൈസസ്. ഇതെല്ലാം ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ്. ചെയ്ത് കാണിച്ചു കൊടുക്കുക. ക്ലിയർ? ഇമ്പോർട്ടന്റ് ആണോ? 17ാമത്തെ ചോദ്യം.
which is a method of teaching. It always entails the presence of patient. Patient presence മസ്റ്റ് ആയിട്ടും വേണ്ട ടീച്ചിങ് മെത്തേഡ് ഏതാണ് താഴെ തന്നിരിക്കുന്നത്? നഴ്സിംഗ് റൗണ്ട്സ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, കമ്പ്യൂട്ടറൈസ്ഡ്, ദെൻ ബെഡ് സൈഡ് ക്ലിനിക്. പേഷ്യന്റിന്റെ പ്രസൻസ് വേണ്ടത് ഇതിലേത് മെത്തേഡിലാണ്? ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ഡി ആണ്, ബെഡ് സൈഡ് ക്ലിനിക്സ് ആണ്. അല്ലെ, പേഷ്യന്റിന്റെ ബെഡ് സൈഡിൽ ആ ഒരു പേഷ്യന്റിനെ കുറിച്ചും അതിന്റെ കണ്ടീഷനെ കുറിച്ചും ഒക്കെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുകയാണ്. ക്ലിയർ? ദാറ്റ് ഇസ് ബെഡ് സൈഡ് ക്ലിനിക്. സോ ഒന്ന് രണ്ട് പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. So it is an organized clinical instruction in the presence of a patient to a group of small groups of students by a nurse educator, doctor or ward nurse. So informal discussion about a patient related problem ആണ്. The usual duration എന്ന് പറയുന്നത് 30 to 45 minutes ആണ്. So just ഇത്രയും കാര്യങ്ങളൊന്ന് ക്വിക്ക് റിവിഷൻ ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 18ാമത്തെ ചോദ്യം. When a group of 6 to 8 qualified experts discuss a topic in front of an audience is said to be panel discussion, group discussion, seminar, workshop. 6 to 8 qualified experts discuss എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലെ? ഏതാണ് ആൻസർ? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ എ, പാനൽ ഡിസ്കഷൻ ആണ്. പാനൽ ഡിസ്കഷൻ ആണ്. ക്ലിയർ? സോ പാനൽ ഡിസ്കഷൻ റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ ഒന്ന് രണ്ട് LMR ബൂസ്റ്റർ പോയിന്റ്സ് ഒന്ന് നോക്കാം. So panel discussion method introduce ചെയ്തത് ഹാരി എ ഓവർസ്ട്രീറ്റ് ആണ്. So panel discussion, simply a panel involves a group of people, that is 4 to 8 qualified expert. ഈ 4 to 8 members repeated exam question. Panel discussionൽ മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചോളണം. 4 to 8 members ആണ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. So about the topic gathered to discuss a topic in front of an audience, members എന്ന് പറയുന്നത് 4 to 8 ആണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ അതും നോട്ട് ചെയ്യണം കേട്ടോ. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. 19ാമത്തെ ചോദ്യം. An educational technique in which people spontaneously act out problems of human relations is known as group discussion, puppet show, role play, symposium. ഏതാണ്? പീപ്പിൾ സ്പോണ്ടേനിയസ്ലി ആക്ട് ഔട്ട് പ്രോബ്ലംസ് ആണ്. ആക്ടിങ് ഔട്ട് ആണ്. ആക്ടിങ് ഔട്ട് എന്ന വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഇസ് ഓപ്ഷൻ സി, റോൾ പ്ലേ ആണ്. അല്ലെ? റോൾ പ്ലേ, ആക്ട് ചെയ്യാണ്. ഒരു കാര്യത്തെ കുറിച്ച് ഒരു ആക്ട് ചെയ്യാണ്. ഇതിന് നമ്മൾ സോഷ്യോ ഡ്രാമ എന്നും പറയും. ഡ്രാമാറ്റിക്കലി നമ്മൾ ആക്ട് ചെയ്യാണ്. സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെയും വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഏറ്റവും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകൾ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഫീമെയിൽ ഫീറ്റിസൈഡ്, ഡൗറി, സ്മോൾ ഫാമിലി നോ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള റൂറൽ പീപ്പിൾസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റോൾ പ്ലേ ആണ്. റോൾ പ്ലേ, അത് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ കേട്ടോ. റോൾ പ്ലേ കാരണം അതിന് ഭയങ്കര ഇമോഷണൽ ആസ്പെക്ട് കൂടി ഇൻവോൾവ്ഡ് ആണ്. സോ അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഒന്ന് ഓർത്തോണം, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ ഡ്രാമാറ്റിക് അപ്രോച്ച് ടു ലേണിംഗ്സ് അല്ലെങ്കിൽ സോഷ്യോ ഡ്രാമയാണ് റോൾ പ്ലേ എന്ന് പറയുന്നത്. എ ഫോം ഓഫ് ഡ്രാമ in which learners spontaneously act out the roles in an interaction involving problems or challenges in human relations for subsequent discussion by whole class. അതിനുശേഷം അവർ ഡിസ്കസ് ചെയ്യണം അതിനെ കുറിച്ച്. So ORCA mainly used to teach rural illiterate people on a topic of some social issues like female feticide, dowry, small family norm. ഇതിനെ കുറിച്ചൊക്കെ കമ്മ്യൂണിറ്റിയിലെ സാധാരണക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റോൾ പ്ലേ ആണ്. ഓക്കെ അല്ലേ? 20ാമത്തെ ചോദ്യം. Imitations of real life event or circumstances is called demonstration, simulation, role play, stimulation. ഏതാണ്? Imitations of real life incidents or real life event or real life circumstances, അത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡാണ്? റിയൽ ലൈഫ് സിനാരിയോ, റിയൽ ലൈഫ് ഇവന്റ് എന്നൊക്കെ കണ്ട് റിയൽ ലൈഫ് എന്ന വാക്ക് ഓർത്താൽ അപ്പൊ തന്നെ ആൻസർ ചെയ്തോളണം. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, സിമുലേഷൻ മെത്തേഡാണ്. സിമുലേഷൻ അല്ലെ? റിയൽ ലൈഫ് ഇവന്റ് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ക്ലിയർ? റീപ്രൊഡക്ഷൻ ഓഫ് റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഒരു സിമുലേറ്റർ, ഇപ്പൊ ഉദാഹരണം നമ്മൾ CPCR കൊടുക്കുന്ന പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പേഷ്യൻസ് ചെയ്യുന്നതിന് മുന്നേ സെയിം എന്ത് ചെയ്യുക, ഒരു ഡമ്മിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. NG ട്യൂബ് ഇൻസർഷൻ നമ്മൾ ചെയ്യുന്നതിന് പേഷ്യൻസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു ഡമ്മിയിൽ നമ്മൾ ചെയ്തു പഠിക്കും. നമ്മൾ സിമുലേറ്റർ എന്ന് പറയും. സിമുലേറ്റർ. ക്ലിയർ അല്ലേ? യെസ്, സിമുലേറ്റർ. സോ ഇൻ സിമുലേഷൻ
Real life situation and values are simulated by substitutes displaying similar characters. അതിന്റെ സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ സിമുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ടീച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നത്. ക്ലിയർ? ദാറ്റ് സിമുലേഷൻ റിപ്പീറ്റഡ് എക്സാം റിയൽ ലൈഫ് സിറ്റുവേഷൻ ഓർക്കുക. 21ാമത്തെ ചോദ്യം. The art of applying mock injuries for the purpose of training emergency response team and other medical personnel is called എക്സിബിറ്റ്, സ്പെസിമൻ, മൗലേജ്, മോഡൽ. ഏതാ? നമ്മൾ മേക്കപ്പ് ഒക്കെ ഉപയോഗിച്ച് കയ്യില് മുറിവുകളൊക്കെ വരുത്തുന്നത്, ബേൺസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഏത് മെത്തേഡാണ്? ഇറ്റ് ഇസ് മൗലേജ് ആണ് അല്ലെ? മൗലേജ് ആണ്. 3D എയ്ഡിൽ വരുന്നതാണ് മൗലേജ്. സോ ഇമ്പോർട്ടന്റ് ആണ് മൗലേജ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കണ്ട ഈ പിക്ചറിൽ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നത് മൗലേജ് എന്താണെന്നുള്ളത്. നമ്മൾ മുറിവൊക്കെ ആർട്ടിഫിഷ്യലി മേക്കപ്പ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ. സോ മൗലേജ് is the art of applying mock injuries or other symptoms with makeup for the training of military, emergency and medical professionals. So ഇത് ഓർത്ത് വെക്കുക. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ കേട്ടോ. 3Dയിലും വരുന്നതാണ് ഈ മൗലേജ്. 3D AVN. യെസ്. 22ാമത്തെ ചോദ്യം. Which among the following teacher training and faculty development technique where teacher teaches 5 to 10 people for 5 to 10 minutes? ലെക്ചർ മെത്തേഡ്, റോൾ പ്ലേ, മൈക്രോ ടീച്ചിങ്, സിമ്പോസിയം. ടീച്ചേഴ്സ് അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 5 മുതൽ 10 കുട്ടികളെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചില സ്കില്ലുകൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവർ ആ സ്കില്ല് പ്രാക്ടീസ് ചെയ്യാണ് കുട്ടികൾ. അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ABHs യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മെത്തേഡ്. സോ സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് ട്രെയിൻ ചെയ്യുന്ന മെത്തേഡ് 5 മുതൽ 10 കുട്ടികൾക്ക് ക്ലാസ് ഒരു 5 മുതൽ 10 എടുത്തുകൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡ് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട. ഓപ്ഷൻ സി, മൈക്രോ ടീച്ചിങ് ആണ് അല്ലെ? മൈക്രോ ടീച്ചിങ് ആണ്. ദെൻ അവരെ മൈക്രോ ടീച്ചിങ് ഒക്കെ ചെയ്ത് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടാണ് അവർ ശരിക്കുള്ള ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്നത്. ക്ലിയർ? സോ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ് മൈക്രോ ടീച്ചിങ്. കഴിഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ ആണ്, എയിംസിന്റെ എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ മൈക്രോ ടീച്ചിങ്ങിന്റെ ഫാദർ എന്ന് പറയുന്നത് ഡിറ്റ് അലൻ ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ 5 to 10 മിനിറ്റ്സ് ആണ്. സോറി 5 to 10 ആണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആ ക്ലാസ് എടുക്കുന്നതിന്റെ ആ സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്ന ഡ്യൂറേഷൻ മാത്രമാണ്, ഫുൾ സൈക്കിൾ അല്ല, മറന്നു പോരുത്. 5 to 10 മിനിറ്റ്സ് ആണ്. ആ കംപ്ലീറ്റ് സൈക്കിൾ ഓർത്ത് വെക്കുക. ദെൻ മൈക്രോ ടീച്ചിങ്ങിന് 3 ഫേസുകളുണ്ട്. നോളജ് അക്വിസിഷൻ ഫേസ് അല്ലെങ്കിൽ പ്രീ ആക്റ്റീവ് ഫേസ്. ദെൻ 2 സ്കിൽ അക്വിസിഷൻ ഫേസ് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ഫേസ്. 3ാമത് ട്രാൻസ്ഫർ ഫേസ് അല്ലെങ്കിൽ പോസ്റ്റ് ആക്റ്റീവ് ഫേസ്. നോളജ് അക്വിസിഷൻ ഫേസ് അല്ലെങ്കിൽ പ്രീ ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ ടീച്ചിങ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു സ്കില്ലിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡേറ്റ കളക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണ്. ഇനി സ്കിൽ അക്വിസിഷൻ ഫേസിലാണ് ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്ന ആ സ്കില്ല്. ദെൻ 3ാമത്തെ ഫേസിൽ ട്രാൻസ്ഫർ ഫേസിൽ എന്ത് സംഭവിക്കും? ആ അക്യൂർ ചെയ്ത സ്കില്ല് അവർ ലാർജ് ശരിക്കുള്ള ക്ലാസ് റൂമിൽ അവർ അപ്ലൈ ചെയ്യും. ഇതാണ് 3 ഫേസ് എന്ന് പറയുന്ന മൈക്രോ ടീച്ചിങ്ങിന്റെ. നോളജ് അക്വിസിഷൻ ഫേസ്, സ്കിൽ അക്വിസിഷൻ, അവിടെയാണ് ക്ലാസ്സും മറ്റും എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. ദെൻ 3ാമത് ട്രാൻസ്ഫർ ഫേസ്. ക്ലിയർ? ഇത് ക്വിക്ക് റിവിഷൻ ആയിട്ട് ഒന്ന് പറയും. LMR ബൂസ്റ്റർ പോയിന്റ്സ് ഇത്രയൊന്ന് ഓർത്ത് വയ്ക്കുക. 23ാമത്തെ ചോദ്യം. ടെക്നോളജി എൻഹാൻസ്ഡ് ഡിജിറ്റൽ ആൻഡ് മൾട്ടിമീഡിയ ക്ലാസ് റൂംസ് that foster the opportunities for teaching and learning by integrating technology such as computer, AVHs is called demonstration lab, model classroom, smart classroom, advanced classroom. ഇപ്പൊ വളരെ കോമൺ ആണ് അല്ലെ? നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ സ്കൂളുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അതായത് ഇന്റർനെറ്റ് കണക്ഷനും അതുപോലെ AV-കളും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് പാനലുകൾ. ഇപ്പൊ നമുക്ക് പണ്ടൊക്കെയാണ് ഹാർട്ടിന്റെ പടം ഇങ്ങനെ വരയ്ക്കണം അല്ലെ, വരച്ചു പഠിപ്പിക്കണം. ഇപ്പൊ ഒന്നുമില്ല, ഹാർട്ട് എന്ന് എഴുതിയാൽ തന്നെ അതിന്റെ 3D ഇമേജുകൾ വരും അല്ലെ, ഇന്ററാക്റ്റീവ് ബോർഡുകളുണ്ട് അതിന്. സോ അതൊക്കെ ഉൾപ്പെടുന്ന അതെല്ലാം യൂസ് ചെയ്യുന്നതാണ് ക്ലാസ് റൂമിനെ പറയുന്ന പേരാണ് സ്മാർട്ട് ക്ലാസ് റൂം കേട്ടോ. ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന് ഓർത്താൽ മതി, സ്മാർട്ട് ക്ലാസ് റൂം. ക്ലിയർ? യെസ്. സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറയും, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടെക്നോളജി എൻഹാൻസ്ഡ് ഡിജിറ്റൽ ആൻഡ് മൾട്ടിമീഡിയ ക്ലാസ് റൂംസ് that foster the opportunities for teaching and learning by integrating technology such as computers and AV-aids. Then 24ാമത്തെ ചോദ്യം. ഗ്രാമഫോൺ belongs to the category of audio aid ആണോ, വിഷ്വൽ എയ്ഡ് ആണോ, ഓഡിയോ വിഷ്വൽ എയ്ഡ് ആണോ, 3D AV-aid എക്സാമ്പിൾ ആണ്. ഗ്രാമഫോൺ, റേഡിയോ, ഇതൊക്കെ എന്താണ്? മൈക്ക് പബ്ലിസിറ്റി. ഇതെല്ലാം മൈക്ക് ഒക്കെ എന്താണ്?
നമുക്ക് സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ അല്ലെ, കാണാൻ പറ്റില്ല. സോ അപ്പൊ സൗണ്ട് മാത്രം കേൾക്കാൻ പറ്റുന്ന എന്താണ്, ഓഡിയോ എയ്ഡുകളാണ് അല്ലെ, ഓഡിയോ എയ്ഡുകളാണ്. സോ ഓപ്ഷന്റെ ഓഡിയോ. ഇനി കാണാൻ പറ്റുമെങ്കിൽ അത് വീഡിയോ എയ്ഡ് ആണ്, ഇനി കാണാനും കേൾക്കാനും പറ്റുകയാണെങ്കിൽ അത് വിഷ്വൽ എയ്ഡ് ആണ്. ശരിയല്ലേ? യെസ്, ഇത്രയൊന്ന് ഓർത്ത് വയ്ക്കുക. ഓഡിയോ എയ്ഡുകൾക്ക് എക്സാമ്പിൾ ആണ് റേഡിയോ, മൈക്ക് പബ്ലിസിറ്റി, ടേപ്പ് റെക്കോർഡർ, ഗ്രാമഫോൺ, ലിംഗോഫോൺ. ലിംഗോഫോൺ ഈ ഗ്രാമഫോൺ പോലെ തന്നെ ഇരിക്കുന്ന സാധനമാണ്. ഒരു തരത്തിൽ വെക്കുമ്പോൾ നമുക്ക് കറങ്ങുമ്പോൾ അത് പാട്ട് കേൾക്കുന്ന തന്നെയാണ് ലിംഗോഫോൺ. ഓഡിയോ സി ഡി, ലാംഗ്വേജ് ലബോറട്ടറി ആണ് ഓഡിയോ എയ്ഡ്സിൽ വരുന്നത്. ഈ വിഷ്വൽ ഓർ ഗ്രാഫിക് എയ്ഡുകൾക്ക് എക്സാമ്പിൾ ആണ് ചാർട്ട്, പിക്ചർ, മോഡൽ, ഫ്ലനൽ ബോർഡ്, ടെക്സ്റ്റ് ബുക്ക്, ഫ്ലാഷ് കാർഡ്, സ്ലൈഡ് പ്രൊജക്ടർ, ട്രാൻസ്പാരൻസി, മാപ്സ്, ദെൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി ഓഡിയോ വിഷ്വൽ എയ്ഡുകൾക്ക് എക്സാമ്പിൾ, അവിടെ ശബ്ദവും കേൾക്കാൻ പറ്റും, കാണാനും കഴിയും. LCD പ്രൊജക്ടർ, ഫിലിം പ്രൊജക്ടർ, TV, കമ്പ്യൂട്ടർ, VCD പ്ലെയർ, വെർച്വൽ ക്ലാസ് റൂം, ദെൻ മൾട്ടിമീഡിയ. ഇതെല്ലാം ഓഡിയോ വിഷ്വൽ. ഓക്കെ അല്ലേ? ദെൻ 25ാമത്തെ ചോദ്യം, എപ്പിഡിയാസ്കോപ്പ് is projected aid for projecting transparent object, film strips, then film slides, opaque objects. സോ എപ്പിഡിയാസ്കോപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്പാരൻസിയും പ്രൊജക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഒപ്പാക് ഓബ്ജക്ട്സിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഉദാഹരണം പറയാൻ, നമ്മൾ രാത്രി മൊബൈലൊക്കെ ലൈറ്റിൽ ഓഫ് ചെയ്തിട്ട് മൊബൈലിന്റെ ലൈറ്റ് ഓൺ ആയിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ കൈയുടെ നിഴല് വാളിൽ പതിയും അല്ലെ. അതുപോലെ തന്നെ ഈ എപ്പിഡിയാസ്കോപ്പിൽ നോക്കി ഒപ്പേക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. കൈ വെച്ച് കൈയുടെ ഇമേജ് അവിടെ പ്രൊജക്ട് ആവും. എപ്പിഡിയാസ്കോപ്പ് is a projector for showing both transparent slides and opaque objects. അണ്ടർലൈൻ ചെയ്യുക, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ കേട്ടോ. എപ്പിഡിയാസ്കോപ്പ്. 26ാമത്തെ ചോദ്യം, a three-dimensional arrangement of related objects, models and cutouts to illustrate a central theme or concept is termed as exhibition, dioramas, museum, simulation. ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തീമിനെ പ്രസന്റ് ചെയ്യാനായിട്ട് ഓബ്ജക്ട്സ്, മോഡൽസ് അല്ലെങ്കിൽ കട്ടൗട്ടുകൾ 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്നത് പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഡയോറാമാസ് ആണ് കേട്ടോ. ഡയോറാമാസ് നമ്മൾ പണ്ട് എക്സിബിഷനൊക്കെ നമ്മൾ നടത്തില്ല. എക്സിബിഷനൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ഒരു ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഡെമോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എന്നിട്ട് കറണ്ട് ഇലക്ട്രിക്കൽ ലൈനിലൂടെ വീടുകളിൽ വരുന്നു, വീടുകളിൽ ആ ഒരു മെത്തേഡൊക്കെ. അതുപോലെ ഇപ്പൊ മറ്റൊരു എളുപ്പത്തിൽ ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. അല്ല, ആ ഒരു ഇതിന്റെ തീമിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ്. സോ ഇതൊക്കെയാണ് ഡയോറാമാസിൽ വരുന്നത് കേട്ടോ. സോ ഒന്ന് ഓർത്ത് വെക്കുക, ഡയോറാമാസ്. So a model to describe the state of form or a view about the origin of a situation. It is a model representing a scene with 3D objects and figures in natural setting. So ഒന്ന് ഓർത്ത് വെക്കുക, എക്സാം ക്വസ്റ്റ്യൻ 3D വ്യൂ ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക, 3D ആണ്. 3D വരുന്നതാണ് ഡയോറാമാസ്. കാരണം 3D വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. 27ാമത്തെ ചോദ്യം, the type of AV aid which is a cheap and easy to carry aid that is covered with a rough khadi and cutouts, drawings and other illustrations are placed is called flashcards, flannel boards, bulletin boards, exhibits. സോ നിങ്ങൾക്ക് ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. റഫ് ഖാദി എന്ന് കേൾക്കുമ്പോൾ തന്നെ കണ്ണും പൂട്ടി ആൻസർ ചെയ്യാം. ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, 27. ദാറ്റ് ഈസ് ഫ്ലാനൽ ബോർഡ് ആണ് അല്ലെ. ഫ്ലാനൽ ബോർഡ് ആണ്, അതായത് ഒരു തുണി കെട്ടിയിട്ടുണ്ടാവും, ഒരു ഖാദി തുണി. അതിനകത്ത് നമ്മൾ പിക്ചറുകൾ മറ്റുമൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പിൻ ചെയ്ത് വെക്കും അവിടെ. ക്ലിയർ? ഈ പിക്ചർ നോക്കി, ഇതാണ് ഫ്ലാനൽ ബോർഡ് എന്ന് പറയുന്നത്. ഒരു തുണി അവിടെ ഉണ്ടാകും, അതിനകത്ത് നമ്മൾ പിക്ചറുകൾ, ഇമേജ് ഒക്കെ നമുക്ക് അവിടെ പിൻ ചെയ്ത് വെക്കാം. സോ എ ബോർഡ് വെയർ വി പ്ലേസ് പ്രിപ്പയർഡ് ഐറ്റംസ് ആൻഡ് റിമൂവ് ദം വെൻ നീഡഡ്. ചീപ്പ് ആൻഡ് ഈസി ടു ക്യാരി ഇറ്റ്, ദാറ്റ് ഈസ് കവേർഡ് വിത്ത് റഫ് ഖാദി. ഓർത്താൽ മതി, അതാണ് എക്സാം ക്വസ്റ്റ്യൻ ആകെ ചോദിക്കുക കേട്ടോ. 28ാമത്തെ ചോദ്യം, സോ മോഡൽസ്, ഓബ്ജക്ട്സ്, സ്പെസിമൻ ആൻഡ് ഡയോറാമ. ഞാൻ ഇതുകൊണ്ടാണ് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. മോഡൽസ്, ഓബ്ജക്ട്സ്, സ്പെസിമൻ ആൻഡ് ഡയോറാമാസ് ആർ ഓൾ കൺസിഡേർഡ് ടു ബി അപ്രോപ്രിയേറ്റ് എയ്ഡ്സ് ഫോർ സ്പീച്ച്, 3-dimensional എയ്ഡ്സ്, പ്രൊജക്റ്റഡ് എയ്ഡ് ആൻഡ് ഓഡിയൽ എയ്ഡ്. ഏതാണ്? മോഡൽസ്, ഓബ്ജക്ട്സ്, സ്പെസിമൻ ആൻഡ് ഡയോറാമാസ് ഇതെല്ലാം 3D എയ്ഡുകൾക്ക് എക്സാമ്പിൾ ആണ് അല്ലെ. ഓപ്ഷൻ ബി 3-dimensional എയ്ഡുകൾക്ക് എക്സാമ്പിൾ ആണ് മോഡൽസും ഓബ്ജക്ട്സും സ്പെസിമനും ഡയോറാമാസും ഒക്കെ 3-dimensional എയ്ഡുകളാണ്. സോ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. 3-dimensional എയ്ഡുകൾ എക്സാം ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. മോഡൽസ്, എക്സിബിറ്റ്, സ്പെസിമൻ,
മോക്കപ്സ്, മൗലേജ്, ഓബ്ജക്ട്സ്, 29ാമത്തെ ചോദ്യം. A measure to determine whether a student has attained a predetermined set of target behavior is known as norm referenced test, standardized test, criterion referenced test, personality test. ഏതാണ്? A measure to determine whether a student has attained a preset target behavior. ഒരു പ്രീഡിറ്റർമിൻഡ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടാർഗറ്റ് ബിഹേവിയർ ഉണ്ട്, അത് അക്യൂർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ആ ഒരു ടാർഗറ്റ് എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ആ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കുകയാണ്. ഏതാണ്? യെസ്, ദാറ്റ് ഇസ് ക്രൈറ്റീരിയൻ റഫറൻസ് ആണ്. കൃത്യമായ ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എത്തിയോ എന്നാണ് നോക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ്. അല്ലെ, ഡ്രൈവിംഗ് ടെസ്റ്റ് കൃത്യമായിട്ട് ക്രൈറ്റീരിയ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുള്ളൂ. അതൊരു ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് ആണ്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തേ നമ്മൾ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മൾ അത് പാസ് ആവുകയുള്ളൂ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്ത് ഒരു പ്രീസെറ്റ് സ്റ്റാൻഡേർഡ് ബേസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. രണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റും നോം റെഫറൻസ്ഡ് ടെസ്റ്റും രണ്ടും റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് against a fixed set of predetermined criteria or learning standard. കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത്രത്തോളം പെർഫോം കുട്ടി ചെയ്തോ എന്നാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല സ്കോർ കൊടുക്കുന്നത്. കുട്ടി 10 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് 10 മാർക്ക് കിട്ടും. 50 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 50 മാർക്ക് ഇവിടെ കിട്ടും. അല്ലാതെ മറ്റൊരു കുട്ടി ചെയ്തത് നോക്കിയിട്ടല്ല ഇവിടെ ക്രൈറ്റീരിയ കമ്പയർ ചെയ്തിട്ടല്ല നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. കൃത്യമായിട്ട് ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ കറക്റ്റ് സ്കോർ കൊടുക്കും. ക്ലിയർ? എന്നാൽ നോൺ റെഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. കമ്പാരിസൺ, സ്റ്റുഡൻസിന്റെ കമ്പാരിസൺ വരുന്നുണ്ട്. ഇറ്റ് കമ്പയർസ് സ്റ്റുഡൻസ് പെർഫോമൻസ് അഗൈൻസ്റ്റ് പെർഫോമൻസ് ഓഫ് ദയർ പിയേഴ്സ്. മറ്റുള്ളവരോട് കമ്പയർ ചെയ്തിട്ടാണ് ഇവാലുവേഷൻ സ്കോർ കൊടുക്കുന്നത്. Clear? So an individual student's percentile rank describes their performance in comparison to the performance of students in the term group. ആ ഗ്രൂപ്പിലെ മറ്റുള്ളവരുടെ പെർഫോമൻസ് കമ്പയർ ചെയ്തിട്ടാണ് ഇവരുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. അല്ല, ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് വെദർ ഓർ നോട്ട് they met or exceed a specific standard or criteria. അവർ ആ സ്പെസിഫിക് സ്റ്റാൻഡേർഡ് ഓർ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുന്നില്ല, മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ എത്രത്തോളം മികച്ചതാണ്. ഇത് മാത്രമേ നോം റെഫറൻസ്ഡ് ടെസ്റ്റ് നോക്കുന്നുള്ളൂ കേട്ടോ. ഓർക്കുക, ഇത് രണ്ടും റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. 30ാമത്തെ ചോദ്യം. A type of educational assessment which is generally carried out throughout a course or project is known as summative assessment, formative assessment, criterion referenced assessment, ipsative assessment. ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ ത്രൂ ഔട്ട് ദ കോഴ്സ് നടക്കുന്ന ഇവാലുവേഷൻ അസസ്മെന്റ് മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏതാണ് ആൻസർ? ത്രൂ ഔട്ട് ദ കോഴ്സ് നമ്മുടെ ക്ലാസ് ടെസ്റ്റുകള്, നമ്മുടെ യൂണിറ്റ് ടെസ്റ്റുകള്, ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അതെല്ലാം ഇടയ്ക്ക് നടക്കുന്ന ഇവാലുവേഷൻ ആണ് അല്ലെ. യെസ്, ദാറ്റ് ഈസ് ഫോർമാറ്റീവ് അസസ്മെന്റ് ആണ്. ഫോർമാറ്റീവ് അസസ്മെന്റ് മറന്നു പോരും. ത്രൂ ഔട്ട് ദ കോഴ്സ് നടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ഫോർമാറ്റീവ് അസസ്മെന്റ്. ക്ലിയർ ആണോ? യെസ്. സോ ക്ലിയർ ആയിട്ട് പഠിച്ചോണം. ഫോർമാറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഫോർമാറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ ഔട്ട് എ കോഴ്സ്. ഇറ്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ഓൺഗോയിങ് ലേണിംഗ്, അച്ചീവ്മെന്റ്സ് ആൻഡ് നോളജ് ടു കറക്റ്റ് എനി ഐഡന്റിഫൈഡ് ഡെഫിഷ്യൻസി. കുട്ടിക്ക് എന്നീ പോരായ്മ, ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ത്രൂ ഔട്ട് നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അസസ് ചെയ്യാണ്. ക്ലിയർ അല്ലേ? സോ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാലോ, സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ അവസാനം ആ കോഴ്സിന്റെ ഏറ്റവും എൻഡ് ഓഫ് ദ കോഴ്സ് നമ്മൾ നടത്തുന്ന ഇവാലുവേഷൻ ആണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. നമ്മുടെ ആനുവൽ എക്സാം, നമ്മുടെ ഫൈനൽ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം, അതെല്ലാം സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്, ഫൈനൽ എക്സാം. അത് കഴിഞ്ഞാൽ മാത്രം, അത് പാസ്സായാൽ മാത്രം നമ്മൾ അടുത്തതിലേക്ക് പോവുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്, ദാറ്റ് ഈസ് സമ്മേറ്റീവ് അസസ്മെന്റ്. സോ ഇറ്റ് ക്യാരി ഔട്ട് അറ്റ് എൻഡ് ഓഫ് ദ കോഴ്സ് ആണ്. Goal of this assessment is to evaluate students' learning or proficiency at the end of an instructional period like a unit or a course or program by comparing it against some standard.
അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയും. യൂണിവേഴ്സിറ്റി എക്സാം ഓർത്താൽ മതി. ത്രൂ ഔട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഫോർമേറ്റീവ്. 31ാമത്തെ ചോദ്യം, which of the following method of analysis is used for assessing quality of a multiple choice question? Distractive analysis, item analysis, then STEM analysis and pragmatic analysis. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. സോ ഒരു ഡൗട്ടും വേണ്ട, ദാറ്റ് ഇസ് ഐറ്റം അനാലിസിസ് ആണ് അല്ലെ. ക്വസ്റ്റ്യന്റെ എത്ര പേർക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഡിഫിക്കൽട്ട് ആണോ ഈസി ആണോ, അതിന്റെ ഡിസ്ട്രാക്ടേഴ്സിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, കുട്ടികൾക്ക് അതിനെ അസ്യൂം ചെയ്ത് ആൻസർ എഴുതാൻ പറ്റും അല്ലെ, അസംഷനിലൂടെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഐറ്റം അനാലിസിസ് ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ? സോ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ 1-2 LMR ബൂസ്റ്റർ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഐറ്റം അനാലിസിസ് ആണ് എ പ്രോസസ് ഓഫ് അനലൈസിംഗ് ദ പെർഫോമൻസ് ഓഫ് എ MCQ after it has appeared in a question paper. So it measures 3 important parameters ആണ് ചെക്ക് ചെയ്യുന്നത്. That is difficulty index, discrimination index and functionality, that is guessing of options. So ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഐറ്റം അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then 32ാമത്തെ ചോദ്യം, in an interview the type of questions which give complete freedom the respondents to frame their answer is multiple choice question, open ended question, closed ended question, objective type questions. റെസ്പോണ്ടൻസിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുക, ആൻസർ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും എഴുതാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? ഒരു ലിമിറ്റ് ഇല്ല. സോ ദാറ്റ് ഇസ് ആൻസർ എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഓപ്പൺ എൻഡഡ് എക്സാമ്പിൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതുന്ന പോലെ ക്വസ്റ്റ്യൻ കേട്ടാൽ അതിനെക്കുറിച്ച് കണ്ടതും കേട്ടതും അറിയാവുന്നതായിട്ട് എല്ലാ കാര്യങ്ങളും വാരി വലിച്ച് എഴുതി വെക്കും അല്ലെ. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം ആണ് എഴുതാനുള്ളത്. യെസ്. എന്നാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെയോ അവിടെ ലിമിറ്റ് ഉണ്ട്, 4 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അതിലൊന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അതിലൊന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്, ദാറ്റ് ഇസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, മറന്നു പോരുത്. സോ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ allow participants to give a free from text answer. So it give complete freedom to respondents to frame their answer. It encourage for exploration of a topic. ആ പർട്ടിക്കുലർ അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എഴുതാം. ഇനി ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ റെസ്ട്രിക്ട് പാർട്ടിസിപ്പൻസ് ടു വൺ ഓഫ് എ ലിമിറ്റഡ് സെറ്റ് ഓഫ് പോസിബിൾ ആൻസർ. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതാണ് എക്സാമ്പിൾ. ആ 4 ഓപ്ഷനിൽ ഒന്ന് മാത്രമേ അവർക്ക് സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. 33ാമത്തെ ചോദ്യം, Likert scale is otherwise called summated scale, cumulative scale, arbitrary scale, differential scale. Likert scale ഏതാണ്? യെസ്, ഒരു ഡൗട്ട് വേണ്ട, ഓപ്ഷൻ എ സമ്മേറ്റഡ് സ്കെയിൽ ആണ് അല്ലെ. സമ്മേറ്റഡ് സ്കെയിൽ ആണ്. സമ്മേറ്റഡ് സ്കെയിൽ, Likert scale ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. യെസ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക 1-2 കാര്യങ്ങൾ. Likert scale അല്ലെങ്കിൽ സമ്മേറ്റഡ് സ്കെയിൽ, അതിൽ സെമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ ആൻഡ് ഡിഫറൻഷ്യൽ സ്കെയിൽ അല്ലെങ്കിൽ എല്ലാ തേഴ്സ്റ്റൺ സ്കെയിൽ, ഇതെല്ലാം ആറ്റിറ്റ്യൂഡ് സ്കെയിലുകളാണ്. നമ്മുടെ ഒപ്പീനിയൻ, പാർട്ടിസിപ്പൻസിന്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആണ് അത് മെഷർ ചെയ്യുന്നത്. ക്ലിയർ? സോ ഇറ്റ് കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇത് അണ്ടർലൈൻ ചെയ്യണം, ക്വസ്റ്റ്യൻ ആണ്. ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അതിന് ഓരോ സ്കോറിൽ ഉണ്ടാവും. നമ്മൾ അല്ലെങ്കിൽ ഗ്രേഡിംഗ് എഗ്രി, സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, ഡിസ്എഗ്രി, സ്ട്രോങ്ലി ഡിസ്എഗ്രി, അതിനെല്ലാം ഓരോ വാല്യൂസ് ഉണ്ട്. നമ്മൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്, Likert സ്കെയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. 34ാമത്തെ ചോദ്യം, സ്കെയിൽ കൺസിസ്റ്റിംഗ് ഓഫ് 2 ഓപ്പോസിറ്റ് അഡ്ജക്റ്റീവ്സ് ഗുഡ് ഓർ ബാഡ് അറ്റ് ദ 2 ends of a continuum to measure attitude or belief is called Likert scale, semantic differential scale, Q-sort, visual analog scale. കൃത്യമായിട്ട് പഠിച്ചോണം. ഇവിടെ 2 എക്സ്ട്രീമില് ഓപ്പോസിറ്റ് വാല്യൂസ് പറയുന്നത്. ഒന്ന് ഗുഡ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ബാഡ് ആണ്. സോ 2 ഓപ്പോസിറ്റ് എക്സ്ട്രീം വാല്യൂ അഡ്ജക്റ്റീവ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഗുഡ്, ബാഡ്, 2 ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങൾ. ഇതിനിടയിൽ കുറെ സ്കോറുകൾ ഉണ്ടാവും. ആ സ്കോർ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രേഡ് ചെയ്യണം. ഇതിൽ ഏതാണെന്നുള്ളത്, ഗുഡ് സൈഡിലേക്കാണോ ബാഡ് ആണോ? ക്ലിയർ? സോ 2 ബൈപോളർ ഓപ്ഷൻസ് 2 എൻഡിലുണ്ടാകും. ഇതിനിടയിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ നമ്മൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്ക് തോന്നുന്നത് സെലക്ട് ചെയ്യാം. സോ സെമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ ഈസ് എ റേറ്റിംഗ് സ്കെയിൽ used to measure attitudes and opinions of respondents
towards an object, person, event, or idea. So it uses a set of bipolar adjectives such as good or bad, happy, sad, strong, weak. ഇങ്ങനെ രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും യൂസ് ചെയ്യുക. ഇതിന്റെ ഇടയിൽ കുറച്ച് റേറ്റിംഗ് ഉണ്ടാവും, നമ്മൾ അത് സെലക്ട് ചെയ്യുക. സെമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. 35ാമത്തെ ചോദ്യം. That is a brief description of an observed behavior or incident is known as anecdotal record, clinical record, family record, cumulative record. ഏതാ? Brief description of an observed behavior or incident is known as. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. Brief description of an observed behavior or incident. യെസ്, കുട്ടികൾ കാണുന്ന ബിഹേവിയറുകൾ, അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയറുകൾ, അവരുടെ ചില ഇൻസിഡന്റുകൾ, അത് അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ദാറ്റ് ഇസ് അനക്ഡോട്ടൽ റെക്കോർഡ്സ് ആണ്. അനക്ഡോട്ടൽ റെക്കോർഡ്സിനെ കുറിച്ച് കുറച്ച് LMR പോയിന്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അനക്ഡോട്ടൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ബ്രീഫ് സ്പോട്ട് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഇൻസിഡന്റ്. സോ anecdotal records എന്ന് പറഞ്ഞാൽ it is the factual description. അത് തന്നെ അണ്ടർലൈൻ ചെയ്യണം ക്വസ്റ്റ്യൻ. factual description of the meaningful incidents and events that the teacher has observed in people's lives. കുട്ടികളിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് അല്ലെങ്കിൽ ബിഹേവിയർ അല്ല, കംപ്ലീറ്റ് ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻ ആണ് anecdotal records എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. It is used to evaluate the affective domain. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. affective domain ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് anecdotal records ആണ്, which includes emotions, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അഫക്റ്റീവ് ഡൊമൈൻ അസസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഈ അനക്ഡോട്ടൽ റെക്കോർഡ്സ് സഹായിക്കും കേട്ടോ. സോ ക്ലിയർ ആയിട്ട് ഓർത്തോണം, ഇമ്പോർട്ടന്റ് ആണ്. Then 36ാമത്തെ ചോദ്യം. The directive counseling approach is also known as. Directive counseling approach, eclectic counseling, prescriptive counseling, then patient centered counseling, permissive counseling. ഏതാണ് ഡയറക്റ്റീവ് കൗൺസിലിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്? സോ ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് ആണ്. പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് മെത്തേഡ് ആണ് അല്ലെങ്കിൽ ഡയറക്റ്റീവ് കൗൺസിലിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, ഡയറക്റ്റീവ് കൗൺസിലിംഗും നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗും രണ്ടും റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രിസ്ക്രിപ്റ്റീവ് കൗൺസിലിംഗ് is a counselor centered approach. Counselor centered approach, repeated exam question. Counselor centered approach. കൗൺസിലർക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്, പേഷ്യന്റ് അല്ല. കൗൺസിലർ ആണ് എന്ത് ചെയ്യണമെന്ന് അല്ല എങ്ങനെയാണ് ചെയ്യണമെന്ന് എല്ലാ ഡയറക്ഷൻ കൊടുത്ത് കൗൺസിലർ ആണ്. പേഷ്യന്റ് അത് ഫോളോ ചെയ്യുക മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്, അത് പ്രപ്പോസ് ചെയ്തത് E.G. വില്യംസൺ ആണ്. പ്രപ്പോസ്ഡ് ബൈ E.G. വില്യംസൺ. ഡയറക്റ്റീവ് കൗൺസിലിംഗ് പ്രപ്പോസ് ചെയ്തത് E.G. വില്യംസൺ ആണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. ഇനി നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആണെങ്കിലോ, yes, it is also known as permissive counseling. Permissive counseling is a client centered approach ആണ്. client centered approach. പേഷ്യന്റിനാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ക്ലയന്റിന് ഇഷ്ടത്തിനാണ് അല്ലെ, ക്ലയന്റിനാണ് പ്രയോറിറ്റി അവിടെ. സോ ഇൻ ദിസ് കൗൺസിലിംഗ് is the pivot of the whole counseling process. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ ക്ലയന്റ് ആണ്, മറ്റേത് കൗൺസിലർ ആണ് കേട്ടോ. രണ്ട് വാക്കൊന്ന് ഓർത്ത് വെക്കാം. കൗൺസിലിംഗ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത്. സോ കൗൺസിലർ ഇമ്പോർട്ടന്റ് ക്ലയന്റിനാണ്, ക്ലയന്റ് സെന്റേർഡ് അപ്രോച്ച് ആണ്. സോ പ്രപ്പോസ് ചെയ്തത് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ കോൾ ആർ റോജേഴ്സ് ആണ്. കേട്ടോ. പ്രപ്പോസ്ഡ് ബൈ കോൾ ആർ റോജേഴ്സ് അല്ലെങ്കിൽ കോൾ റോജേഴ്സ് ആണ്, ഓർത്ത് വയ്ക്കാം. ഇനി എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെയും നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെയും കൂടെ മിക്സ് ആണ്, കോമ്പിനേഷൻ ആണ്. ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആൻഡ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് എക്ലക്റ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് ടോൺ ആണ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്ലിയർ ആയിട്ട് പഠിച്ചോണം കേട്ടോ. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ രണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. 37ാമത്തെ ചോദ്യം. If a curriculum exists in the heart and minds of educators but seldom exists in reality is called legitimate curriculum, null curriculum, illegitimate curriculum, hidden curriculum. ഏതാ? If a curriculum exists in the heart and minds of the educators but seldom exists in reality. എഡ്യൂക്കേറ്റേഴ്സിന്റെ ഹാർട്ടിലും മൈൻഡിലും ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് റിയാലിറ്റിയിൽ അല്ലെങ്കിൽ കുട്ടികൾ അത് പഠിക്കുന്നില്ല. അങ്ങനെയുള്ള കരിക്കുലം ഇതിലത് ഏതാണ്? ഒരു ഡൗട്ട് വേണ്ട, ഇറ്റ് ഈസ് നൾ കരിക്കുലം ആണ് അല്ലെ. നൾ കരിക്കുലം ആണ്. സോ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുന്ന നൾ കരിക്കുലം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
സോ ഈ നൾ കരിക്കുലം എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇലിയറ്റ് എയ്സ്നർ ആണ്. കൺസെപ്റ്റ് ഓഫ് നൾ കരിക്കുലം, ഇലിയറ്റ് എയ്സ്നർ. നൾ കരിക്കുലം എന്ന് പറഞ്ഞാൽ the topics, perspectives, skills that are deliberately excluded from the explicit curriculum. നോർമൽ കരിക്കുലത്തിൽ നിന്നും ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിൽ പ്രാധാന്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്ന ചാപ്റ്ററുകൾ ഉണ്ടാവും, അല്ലെ ഒഴിവാക്കുന്ന ടോപ്പിക്കുകളുണ്ട്. അതിനെയാണ് നൾ കരിക്കുലം എന്ന് പറയുന്നത്. സോ കുട്ടികളെ പഠിപ്പിക്കാത്ത ടോപ്പിക്കുകളാണ് നൾ കരിക്കുലം. ക്ലിയർ ആണോ? സോ റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യട്ടോ. എക്സ്പ്ലിസിറ്റ് കരിക്കുലത്തിലുണ്ട്, പക്ഷെ അത് ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് ഒഴിവാക്കുന്ന ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ യൂണിറ്റുകളാണ് നൾ കരിക്കുലത്തിനകത്ത് വരുന്നത്. 38ാമത്തെ ചോദ്യം. ലേണിംഗ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്കൂൾ ഓർ കോളേജ് ഓഫ് നഴ്സിംഗ് വിച്ച് is not the designated part of official curriculum is vocational curriculum, hidden curriculum, observed curriculum, experienced curriculum. ഏതാണ്? ഒഫീഷ്യൽ കരിക്കുലത്തിന് പാർട്ടല്ല, എന്നാൽ കുട്ടികൾ സ്കൂളിലും കോളേജുകളിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ട്. ഇതിൽ ഏത് കരിക്കുലമാണ്? ഏതാണ്? യെസ്, ഒരു ഡൗട്ടും വേണ്ട. ആൻസർ എന്ന് പറയുന്നത് ഹിഡൻ കരിക്കുലമാണ്. ഹിഡൻ കരിക്കുലം, അല്ലെ? ഹിഡൻ കരിക്കുലം അത് നമ്മുടെ ഒഫീഷ്യൽ കരിക്കുലത്തിൽ ഇല്ല, പക്ഷെ കുട്ടികൾ ഫ്രണ്ട്ഷിപ്പും സോഷ്യൽ റിലേഷൻസും സോഷ്യലൈസേഷനും ഒക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, അല്ലെ? ടീച്ചേഴ്സിനെ കണ്ടും അല്ലെങ്കിൽ മറ്റു സ്റ്റുഡൻസിനെ കണ്ടും ഒക്കെ പഠിക്കുന്നുണ്ട്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ. അതാണ് ഹിഡൻ കരിക്കുലത്തിനകത്ത് വരുന്നത് കേട്ടോ. സോ ഇറ്റ് ഈസ് അൺറിട്ടൺ, അൺഒഫീഷ്യൽ ആൻഡ് ഓഫൺ അൺഇന്റൻഡഡ് ലെസൺസ്, values and perspective that students learn in the school. So it is unspoken or implicit academic or social and cultural message that are communicated to students while they are in school. Example, learning concepts like friendship, honesty, fairness in school. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ സിലബസിന് പുറമെ അല്ലെങ്കിൽ കരിക്കുലത്തിന് പുറമെ കുട്ടികൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ഹിഡൻ കരിക്കുലം. ക്ലിയർ അല്ലേ? ഹിഡൻ. 39ാമത്തെ ചോദ്യം. The approach of nursing process of giving nursing care can be regarded as core curriculum, societal curriculum, instructional curriculum, institutional curriculum. ഏതാ? The approach of nursing process of giving nursing care. nursing care or nursing process, അതായത് ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിക്കുമ്പോൾ അതിന്റെ ഏറ്റവും മെയിൻ കോർ കൺസെപ്റ്റ് അത് പഠിക്കാതെ നമുക്കത് ആ കോഴ്സ് പാസ്സാകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കോർ കരിക്കുലത്തിനകത്ത് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. കോർ കരിക്കുലം. കോർ കരിക്കുലം അല്ലെ? നമ്മൾ നഴ്സിംഗ് പഠിക്കുന്നത് പേഷ്യന്റിന് കെയർ കൊടുക്കാനാണ്. സോ അതിൽ നഴ്സിംഗ് പ്രോസസ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? അത് പഠിക്കാതെ നമുക്ക് നഴ്സിംഗ് പാസ്സാകാൻ പറ്റില്ല. സോ മസ്റ്റ് ആയിട്ടും ആ കോഴ്സ് പാസ്സാകാൻ അല്ലെങ്കിൽ ആ കോഴ്സ് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബേസിക് ആയിട്ട്. ആ കാര്യങ്ങളെയാണ് കോർ കരിക്കുലം എന്ന് പറയുന്നത്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ കേട്ടോ, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ നോട്ട് ചെയ്യണം. സോ കോർ കരിക്കുലം ഈസ് കൺസിഡർഡ് ആസ് ബേസിക് ആൻഡ് എസെൻഷ്യൽ ഫോർ ഫ്യൂച്ചർ കോഴ്സ് ഓർ സ്റ്റഡി, അല്ലെ? നമ്മൾ ആ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് നാളെ എന്താണ് ഉപയോഗിക്കേണ്ടി വരിക അത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് പഠിക്കാൻ നമുക്ക് അതിൽ അടുത്ത പാസ്സാകാനും പറ്റില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കോർ കരിക്കുലം. സോ എ സീരീസ് ഓർ selection of courses deemed essential and that all students are required to complete before they can move on to the next level in their education. അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുന്നേ മസ്റ്റ് ആയിട്ടും അത് പഠിച്ചിരിക്കണം. എക്സാമ്പിൾ, സ്റ്റഡിങ് ഓഫ് നഴ്സിംഗ് പ്രോസസ് ടു ഗീവ് നഴ്സിംഗ് കെയർ. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യും. കോർ കരിക്കുലം ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആ കോഴ്സ് പഠിക്കുമ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. 40ാമത്തെ ചോദ്യം, ദ ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ. ദ ടേം ഓസ്കി റെഫേഴ്സ് ടു. ഓസ്കിയും ഓസ്പി ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലെ? യെസ്. ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഒബ്ജക്റ്റീവ് സ്ട്രാറ്റജിക് ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഒബ്ജക്റ്റീവ് സ്ട്രാറ്റജിക് ക്ലിനിക്കൽ ഇവാലുവേഷൻ, ദെൻ ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. ഏതാണ് ആൻസർ? യെസ്, ഓപ്ഷൻ എ, ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്, അല്ലെ? ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഓസ്കി. ഇനി ഓസ്പി ആണെങ്കിലോ ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ല, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. പി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണ്, ക്ലിനിക്കൽ അല്ല, പ്രാക്ടിക്കൽ. അതായത് ഇവിടെ നമ്മുടെ ഇപ്പോൾ ഈ നിംഹാൻസ് പോലുള്ള എക്സാമിൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റുകൾ ഉണ്ട്, അല്ലെ? സ്കിൽ ടെസ്റ്റുകൾ, അതായത് കുറെ സ്റ്റേഷനുകൾ ഉണ്ടാകും. ആ ഓരോ സ്റ്റേഷനിലും ഓരോ പ്രൊസീജിയറുകൾ നിങ്ങൾ ഓരോ കുട്ടികളും ചെയ്യേണ്ടി വരും. അതാണ് ഓസ്കി എക്സാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്.
മറന്നു പോകരുത് കേട്ടോ. സോ അപ്പൊ 40 ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 40 നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചത്. സോ ഒന്ന് പെട്ടെന്ന് ലാസ്റ്റിൽ ഒന്ന് റിവ്യൂ ചെയ്യുക എല്ലാവരും. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിൽ നിങ്ങൾ പഠിക്കാത്തത് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ അത്രമാത്രം നമുക്ക് ഷുവർ ഷോർട്ട് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ ഉറപ്പായിട്ട് നിങ്ങൾ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഉറപ്പായിട്ട് ക്ലാസ് പ്രയോജനപ്പെട്ട ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ നഴ്സിംഗ് ട്യൂട്ടറിന്റെയും അസിസ്റ്റന്റ് പ്രൊഫസറിന്റെയും ക്ലാസ്സുകൾ നമ്മൾ ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യാണ്. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഓറിയന്റേഷൻ ക്ലാസ് ജൂലൈ 25 നഴ്സിംഗ് ട്യൂട്ടറിന്റെ ഓറിയന്റേഷൻ ക്ലാസ് 23 സോ BSc നഴ്സിംഗ് കഴിഞ്ഞ എല്ലാവർക്കും നഴ്സിംഗ് ട്യൂട്ടർ പരീക്ഷ എഴുതാവുന്നതാണ്. സോ ഫസ്റ്റ് ആയിട്ടും എല്ലാവരും DME എക്സാം പ്രിപ്പയർ ചെയ്ത മുഴുവൻ പേരും വളരെ ആക്റ്റീവായിട്ട് നഴ്സിംഗ് ട്യൂട്ടർ എക്സാം പ്രിപ്പയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ MSc നഴ്സിംഗ് ക്വാളിഫൈഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗോൾഡൻ ചാൻസ് ആണ്. നിങ്ങൾ MSc പഠിച്ചത് തന്നെ ഈ ഒരു ഒറ്റ പോസ്റ്റിനാണ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുന്ന ഗസറ്റഡ് പോസ്റ്റ്. സോ കഴിഞ്ഞ എക്സാമിൽ എത്ര പേർക്കാണ് നിയമനം കിട്ടിയത് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ വീണ്ടും അടുത്ത അഡ്വൈസ് ആയിരിക്കുകയാണ്. സോ അടുത്ത എക്സാമിനും നിങ്ങൾക്ക് നല്ല ചാൻസ് ആണ്. കാരണം എല്ലാ ജില്ലകളിലും ഇപ്പൊ നഴ്സിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അടുത്ത പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ എല്ലാം വേക്കൻസികൾ വരുമെന്നുള്ള ഒരു ഡൗട്ടും വേണ്ട. സോ അടുത്ത റാങ്ക് ലിസ്റ്റുകാർക്കും സംബന്ധിച്ചും അത് വളരെ ഗോൾഡൻ ചാൻസ് ആണ്. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം ഒരു വർഷത്തിലധികം സമയം ഇനി നിങ്ങളുടെ മുന്നിലേക്കുണ്ട്. നന്നായിട്ട് ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടുകൂടി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിയുടെയും എയിംസ് അതുപോലെ നിംഹാൻസ് ജിപ്മർ പോലുള്ള എക്സാമുകളുടെ ഒരു 6 months ഒരു ക്രാഷ് കോഴ്സ്, അതായത് റിവിഷൻ പ്ലസ് MCQ ഡിസ്കഷൻ പ്ലസ് മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പ്ലസ് എക്സാം സീരീസുകളുടെ ഒരു 6 months കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇത്രയും വേഗം നിങ്ങൾ DME എക്സാമോട് കൂടി ഇത് അവസാനിക്കുന്നില്ല പഠിത്തം, അതിന്റെ റിസൾട്ട് വരട്ടെ. പക്ഷെ ഒരുപാട് എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവാണ്. നിംഹാൻസ്, ജിപ്മർ, ശ്രീചിത്ര പോലുള്ള എക്സാമുകൾ എല്ലാം വരാൻ പോവുകയാണ്. സോ അതുപോലെ തന്നെ ഹോമിയോപ്പതിയുടെ എക്സാം എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് കൃത്യമായിട്ട് ഓരോ എക്സാമിനും അതിൻ്റെതായ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് ആത്മാർത്ഥമായിട്ട് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നവരെ നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും DME PSc പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന എല്ലാവർക്കും നേഴ്സ് സക്സസ് മാജിക് കരിയർ പോയിന്റ് എല്ലാവിധമായ ആശംസകളും അതുപോലെ എല്ലാവിധമായ പ്രാർത്ഥനകളും ഞങ്ങളുടെ എപ്പോഴും ഉണ്ടാകും നിങ്ങൾക്ക്. സോ എല്ലാവരും നന്നായിട്ട് കൂളായിട്ട് നേരത്തെ തന്നെ എക്സാം ഹാളിലേക്ക് എത്താൻ ശ്രമിക്കുക. ഒരു കാരണവശാലും രാവിലെ ഒന്നും യാത്ര ചെയ്യാൻ ശ്രമിക്കരുത്. 7:15 എക്സാം ഹാളിൽ സെന്ററിൽ കയറുമ്പോൾ ഒരു കാരണവശാലും 6:45 ശേഷം ആരും എത്താൻ ശ്രമിക്കരുത്. ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് അവരെ സമയം ലേറ്റ് ആയ പോലും നിങ്ങൾ അകത്ത് കയറ്റത്തില്ല. സോ നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തുക. ഒരു കാരണവശാലും ഏർലി മോർണിംഗ് യാത്രയൊക്കെ ഒഴിവാക്കുക. ഇന്ന് മീൻസ് തലേ ദിവസം തന്നെ നേരത്തെ പോയി സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ദൂരേക്ക് എക്സാം സെന്റർ ഉള്ളവർ കേട്ടോ. അല്ല ഒരു കാരണം രാവിലെ യാത്ര ചെയ്തൊന്നും പോയി എക്സാം എഴുതാൻ ശ്രമിക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധമായ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.